ഞാൻ എന്നിൽ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ ഫ്രാൻസിസ് പാപ്പ എന്നെ വിശ്വസിച്ചിരുന്നു. മെയ് 7 ഫ്രാൻസിസ് പാപ്പായുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരിൽ ഒരാളും സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ മുൻ പ്രിഫെക്റ്റുമായിരുന്ന ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലയുടെ വാക്കുകളാണിത്. ഏപ്രിൽ 25 വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലെ ജീവനക്കാരോടൊപ്പം ഫ്രാൻസിസ് പാപ്പായുടെ നിത്യശാന്തിക്കായി അർപ്പിച്ച ദിവ്യബലിക്കിടെയായിരുന്നു കർദിനാൾ ടാഗ്ലെ ഫ്രാൻസിസ് പാപ്പായുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഓർമ്മിച്ചത്. അദ്ദേഹം മാർപ്പാപ്പായായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് അർജന്റീനയിലെ കർദിനാളായിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതുമായിരുന്നു. ആ കത്തുകൾ ഞാൻ വായിക്കുമായിരുന്നെങ്കിലും അതിന് മറുപടി എഴുതുവാൻ സാധിച്ചില്ലെന്നും കർദിനാൾ പറഞ്ഞു. 2005 ദിവ്യകാരുണ്യത്തെ അടിസ്ഥാനമാക്കി നടന്ന ബിഷപ്പുമാരുടെ സിനഡിൽ ഒരുമിച്ച് പങ്കെടുത്ത ഓർമ്മകളെക്കുറിച്ചും കർദിനാൾ ടാഗ്ലെ ഓർത്തെടുത്തു. ക്യൂബെക് സിറ്റിയിൽ നടന്ന ഇന്റർനാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസിൽ ഞങ്ങൾ രണ്ടുപേരും പ്രഭാഷകരായിരുന്നു. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയെ പ്രതിനിധീകരിച്ചും ഞാൻ ഏഷ്യയെ പ്രതിനിധീകരിച്ചുമായിരുന്നു അവിടേക്ക് എത്തുന്നത്. നിയുക്ത വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവും പ്രസംഗങ്ങൾക്കുള്ള തയ്യാറെടുപ്പിൻ്റെ അഭാവവും ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവയെല്ലാം സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തിരുന്നു, കർദിനാൾ ടാഗ്ലെ പറഞ്ഞു. എപ്പോഴും എല്ലാവരോടും നർമ്മത്തിൽ ചാലിച്ച വാക്കുകളോടെ സംസാരിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ച് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവത്തെക്കുറിച്ചും കർദിനാൾ ടാഗ്ലെ അനുസ്മരിച്ചു. ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം നടത്തിയ സാഹചര്യത്തിൽ 2013 വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനായി എയർപോർട്ടിൽ എത്തിയ സമയം അവിടെ അദ്ദേഹവും ഉണ്ടായിരുന്നു. എന്നെ കണ്ട സമയം അദ്ദേഹം ഹാസ്യരൂപേണ ചോദിച്ചു, ഈ ചെറുപ്പക്കാരൻ ഇവിടെ എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ആ തമാശയ്ക്ക് ഞാൻ ഹാസ്യരൂപേണ നൽകിയ മറുപടി ഇതായിരുന്നു, ഈ വയോധികൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കർദിനാൾ ടാഗ്ലെ പറയുന്നു. ചിരിച്ചും തമാശ പറഞ്ഞും ഇരുവരും കോൺക്ലേവിൽ പങ്കെടുത്തു. പക്ഷേ കോൺക്ലേവ് കഴിയുമ്പോൾ അദ്ദേഹം പത്രോസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നുവെന്നും കർദിനാൾ പറഞ്ഞു.